ഫ്രണ്ട്ലി പെറ്റ്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം ടിക് ഫീവർ ഇൻ ഡോഗ്സ് ആൻഡ് പപ്പീസ് എന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. അതിനു മുമ്പായി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വീഡിയോ ഷെയർ ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ കമന്റ് ആയോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയോ ചോദിക്കാവുന്നതാണ്. എന്റെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ടിക് ഫീവർ എന്ന് മനസ്സിലാക്കാം. അപ്പോൾ എല്ലാ വർഷത്തിലും കുറേ ഡോഗ്സിനെയും പപ്പീസിനെ എഫക്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഈ ഒരു ടിക് ഫീവർ എന്ന് പറഞ്ഞാൽ. ടിക്ക് എന്ന് പറയുന്ന ഒരു ഇൻസെക്റ്റ് ആണ് ഈ ഒരു അസുഖം പരത്തുന്നത്. അപ്പോൾ നമ്മളിൽ കൊതുകുകൾ നമ്മളെ കടിച്ച് നമുക്ക് കുറേ ഡിസീസ് വരുമല്ലോ, അതുപോലെ തന്നെ ഇവരെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടിക്ക് കടിക്കുമ്പോഴാണ് ഇവർക്ക് ഈ ഒരു ഡിസീസ് വരുന്നത്. അപ്പോൾ ടിക്സും ഫ്ലീസും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്, രണ്ടും സെയിം അല്ല. ഇതാണ് ടിക്സിന്റെ ഇമേജ്, ഇതാണ് ഫ്ലീസ്. അപ്പോൾ ഈ ഇമേജിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ രണ്ടും നല്ല ഡിഫറൻസ് ഉണ്ട്. ടിക്സ് എന്ന് പറയുമ്പോൾ അവർ കുറേ കഴിയുമ്പോൾ അവർ നല്ല സൈസ് വയ്ക്കും, പക്ഷെ ഫ്ലീസിന് അത്ര സൈസ് ഇല്ല. ടിക്സ് നല്ല സൈസ് വെക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്ലീസിനെക്കാളും പെട്ടെന്ന് ടിക്സിനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടിക്സ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഡോഗിന്റെ ദേഹത്ത് പറ്റി പിടിച്ചിരിക്കുകയും എന്നിട്ട് ബ്ലഡ് വലിച്ചെടുക്കുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഫുഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ്, പക്ഷെ ഇവരെ അസുഖങ്ങൾ പരത്തുകയും ചെയ്യും. ബ്ലഡ് സക്കിംഗ് പാരസൈറ്റ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ടിക്ക്. അതുപോലെ തന്നെ ഈ ഒരു ടിക് ഫീവർ എന്ന് പറഞ്ഞ കണ്ടീഷൻ സീരിയസ് അല്ലാത്ത ഒരു കണ്ടീഷൻ അല്ല. ഇത് ട്രീറ്റ്മെന്റ് ചെയ്തില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്ന വളരെ സീരിയസ് ആയ ഒരു കണ്ടീഷൻ തന്നെയാണ് ടിക് ഫീവർ. അപ്പൊ ഇനി നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഡോഗ്സിന് ഈ ടിക്സ് കിട്ടുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ടിക്സ് എന്ന് പറയുന്നത് അവര് ഈ വാം ആയിട്ടുള്ള സർഫസിൽ പെട്ടെന്ന് അട്രാക്റ്റഡ് ആവും. അപ്പോൾ നമ്മുടെ ഡോഗ്സിന് ഈ ഫർ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു വാമത്തിലോട്ട് പെട്ടെന്ന് ഈ ടിക്സ് കയറി പറ്റുകയും അങ്ങനെ ഡോഗ്സിന് ഈസി ആയിട്ട് ടിക്സ് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഡിസീസ് കൂടുതൽ സ്പ്രെഡ് ആവുന്നത് ഈ വാം സർഫസ് ആണ് അട്രാക്റ്റഡ് ആവുന്നതെന്ന് പറഞ്ഞു. സോ ഈ ഒരു ഡിസീസ് കൂടുതൽ സ്പ്രെഡ് ആവുന്നത് സമ്മർ സീസണിലാണ്. ഇനി ഇവർക്ക് എങ്ങനെയൊക്കെയാണ് ടിക്സ് എവിടെയൊക്കെ പോകുമ്പോഴാണ് അല്ലെങ്കിൽ ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇവർക്ക് ടിക്സ് ഇവരുടെ ദേഹത്തേക്ക് കയറുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ടിക്സ് നമ്മുടെ എൻവയോൺമെന്റിൽ നിന്ന് ടിക്സ് ഇവർക്ക് കിട്ടും. അതായത് ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുന്ന ചെടികളുടെ ഇടയിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ മരങ്ങളിൽ നിന്ന് വേറെ സാധാരണ ചെടികളുടെ ഇടയിലൊക്കെ പോകുമ്പോഴും ഇവർക്ക് ടിക്സ് കിട്ടും. അല്ലെങ്കിൽ ടിക്സ് ഓൾറെഡി ഉള്ള ഒരു ഡോഗായിട്ട് കോണ്ടാക്റ്റിൽ വരുമ്പോൾ നമ്മുടെ ഡോഗിനും ടിക്സ് കിട്ടും. അപ്പോൾ ഇനി നമ്മൾ ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ സിംറ്റംസ് കാണിച്ചു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ഡോഗ് അല്ലെങ്കിൽ പപ്പി ഓൾറെഡി ഈ ഒരു ഡിസീസ് എഫക്റ്റഡ് ആയി കാണും. സിംറ്റംസ് ഒരു ആഴ്ചയോ 3 ആഴ്ചയോ കഴിയുമ്പോഴായിരിക്കും കാണിച്ചു തുടങ്ങുക. അപ്പോൾ ആദ്യത്തെ സിംറ്റം എന്ന് പറഞ്ഞാൽ ഫ്ലീസിനെ നമ്മൾ അവരുടെ ബോഡിയിൽ കാണും. അപ്പോൾ ഇത് ഫ്ലീസിനെ നമ്മൾ അവരുടെ ബോഡിയിൽ കണ്ടു എന്ന് പറഞ്ഞാൽ അവർക്ക് ടിക് ഫീവർ ഉണ്ടാവണം എന്നില്ല. ഇനി പറയുന്ന സിംറ്റംസും കൂടെ ഈ ഒരു ഫ്ലീസ് അവരുടെ ദേഹത്തുണ്ട്, അതല്ലാതെ ഇനി പറയുന്ന സിംറ്റംസും ഉണ്ടെങ്കിൽ നമുക്ക് ടിക് ഫീവർ ആണെന്ന് കൺഫേം ചെയ്യാവുന്നതാണ്. പിന്നെ ഇവരുടെ ദേഹത്ത് ടിക്സ് ആദ്യം കയറുന്ന ടൈമിൽ അത് വളരെ ചെറുതായിരിക്കും. അത് കഴിഞ്ഞ് ഈ ബ്ലഡ് എല്ലാം കുടിച്ചതിന് ശേഷമാണ് അവർ വലുതാവുന്നത്. അപ്പോൾ ആദ്യത്തെ സമയത്ത് നമുക്ക് അവരെ ടിക്സിനെ കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ അടുത്ത സിംറ്റം എന്ന് പറഞ്ഞാൽ വിശപ്പില്ലായ്മയാണ്. അപ്പോൾ ഇത്രയും ദിവസം നല്ലതായിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ഡോഗ് അല്ലെങ്കിൽ പപ്പി പെട്ടെന്ന് ഫുഡ് എടുക്കാതിരിക്കുന്നത് ഇതിന്റെ ഒരു സിംറ്റം ആണ്. അടുത്ത സിംറ്റം എന്ന് പറഞ്ഞാൽ അലസതയാണ്. നല്ല ആക്റ്റീവ് ആയിരുന്ന ഡോഗ് പെട്ടെന്ന് എപ്പോഴും ഉറങ്ങുന്നു, കളിക്കാനൊന്നും ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല, എപ്പോഴും ഇരിക്കുന്നു. അതൊക്കെയാണ് അടുത്ത സിംറ്റം. അതുപോലെ അടുത്ത വേറൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ വൊമിറ്റിങ്ങും അതുപോലെ ഡയറിയയാണ്. ചില ഡോഗ്സ് ഒന്നെങ്കിൽ വൊമിറ്റിംഗ് അല്ലെങ്കിൽ ഡയറിയ ആയിരിക്കും. ചില ഡോഗ്സ് ഈ ഒരു സിംറ്റം കാണിച്ചു എന്ന് വരില്ല. അഞ്ചാമത്തെ സിംറ്റം എന്ന് പറഞ്ഞാൽ ഫീവർ ആണ്. അപ്പോൾ നമ്മൾ ടിക് ഫീവർ എന്ന് പറയുന്നെങ്കിലും ചില ഡോഗ്സിന് മാത്രമേ ഈ ഒരു ഫീവർ എന്ന് പറഞ്ഞ സിംറ്റം കാണിക്കുകയുള്ളൂ. അപ്പോൾ ഫീവറൊക്കെ കാണിച്ചാൽ പിന്നെ ബാക്കിയുള്ള സിംറ്റം ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കൺഫേം ചെയ്യാവുന്നതാണ് ഇത് ടിക് ഫീവർ ആണെന്ന്. പിന്നെ ഫീവറൊക്കെ കാണിക്കാൻ തുടങ്ങിയാൽ ഉറപ്പായിട്ടും വേഗം തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. അടുത്ത സിംറ്റം എന്ന് പറഞ്ഞാൽ സ്വെല്ലിംഗ് ആണ്. അപ്പോൾ ഒരു ഏരിയയിൽ തന്നെ കുറേ ടിക്സ് ഇങ്ങനെ നിൽക്കുകയും അവിടെ കുറേ ടിക്സ് കടിക്കുകയൊക്കെ ചെയ്താൽ ആ ഏരിയ സ്വെല്ല് ചെയ്യും. അപ്പോൾ ചില ഡോഗിൻ്റെ ചില ഏരിയാസ് ഇങ്ങനെ നീര് വെക്കുന്നതായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് അത് ടിക് ഫീവർ ആണോ എന്ന് നിങ്ങൾക്ക് നോക്കാവുന്നതൊക്കെയാണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാവുന്നതാണ്. അടുത്ത സിംറ്റം എന്ന് പറഞ്ഞാൽ അബ്ഡമിനൽ പെയിൻ ആണ്. അപ്പോൾ ടിക്സ് ഇവരുടെ ബോഡിക്ക് അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ ഇവരുടെ വയറ്റിൽ ഇറിറ്റേഷൻ വരികയും അങ്ങനെ അബ്ഡമിനൽ പെയിൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അടുത്ത സിംറ്റം എന്ന് പറഞ്ഞാൽ സ്റ്റിഫ് ജോയിൻസ് ആണ്. ഈ ഒരു ഡിസീസ് കൂടുമ്പോഴൊക്കെയാണ് ഈ ഒരു സിംറ്റം കാണിച്ചു തുടങ്ങുന്നത്. അവരുടെ ജോയിൻസ് ഒക്കെ സ്റ്റിഫ് ആവുകയും അവർക്ക് നടക്കുമ്പോഴൊക്കെ വേദനയൊക്കെ പോലെ കാണിക്കുകയൊക്കെ ചെയ്യും.
അടുത്തൊരു സിംറ്റം എന്ന് പറഞ്ഞാൽ ബ്ലഡ് കുറയുന്നതാണ്. അപ്പോൾ ഈ ടിക്സ് ബ്ലഡ് ഇങ്ങനെ വലിച്ചെടുക്കുന്ന കാരണം അവരുടെ ബ്ലഡ് കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെ കണ്ണൊക്കെ നോക്കിയാൽ അറിയാം ഭയങ്കരമായിട്ട് വിളറിയൊക്കെ ഇരിക്കുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ റെഡ് റാഷസ് ആണ്. അപ്പോൾ ഈ ടിക്സ് അവരുടെ ബോഡിയിലൊക്കെ ഇങ്ങനെ കടിച്ച് അവരുടെ ബോഡിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് റെഡ് റാഷസ് ഉണ്ടാകും. നിങ്ങൾക്ക് നോക്കിയാൽ അത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ലാസ്റ്റ് സിംറ്റം എന്ന് പറഞ്ഞാൽ തലകറക്കമാണ്. അവരിങ്ങനെ നടന്നു വരുമ്പോഴൊക്കെ അവർ തലകറങ്ങി വീഴുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഡിസീസിൻ്റെ സിംറ്റംസ്. ഇനി നമുക്ക് ടിക് ഫീവർ വന്നാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യം ഡോക്ടർ ഇവരെ എന്തൊക്കെ സിംറ്റമാണ് കാണിക്കുന്നതെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം ഇത് ടിക് ഫീവർ ആണോ അല്ലേന്ന് കൺഫേം ചെയ്യാനായിട്ട് ബ്ലഡ് ടെസ്റ്റും യൂറിൻ ടെസ്റ്റൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. എന്നിട്ട് ബ്ലഡ് ടെസ്റ്റിലെ ചില വേരിയേഷൻസ് നോക്കിയാണ് ഇത് ടിക് ഫീവർ ആണോ എന്ന് കൺഫേം ചെയ്യുക. അതായത് ഇവരുടെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറവായിരിക്കും, അതുപോലെ ഇവരുടെ ലിവർ ഫംഗ്ഷനിലൊക്കെ വേരിയേഷൻ കാണും, വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ കൗണ്ടിലൊക്കെ വേരിയേഷൻ കാണും. അപ്പോൾ ആദ്യം ഇവർക്ക് IV ഫ്ലൂയിഡ്സ് കയറ്റുന്നുണ്ടായിരിക്കും. ചില ഡോഗ്സിൽ ചില കണ്ടീഷനിൽ IV ഫ്ലൂയിഡ്സ് കയറ്റില്ല. പിന്നെ ഇവർക്ക് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ മെഡിസിൻ ആയിട്ടായിരിക്കും, എന്തെങ്കിലും ഇഞ്ചക്ഷനോ മെഡിസിനോ ആയിട്ടായിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു ഇതിൽ നിന്ന് റിക്കവർ ആവാനായിട്ട് 2 വീക്സ് ടൈമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ടിക് ഫീവർ വരാതിരിക്കാൻ പ്രിവെൻഷൻ എന്നുള്ള രീതിയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തെ എന്ന് പറഞ്ഞാൽ ഡെയിലി കോമ്പിംഗ് ആണ്. നമ്മൾ ഡെയിലി കോമ്പ് ചെയ്യുന്നതിലൂടെ എന്തെങ്കിലും ടിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ കോട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ഡെയിലി കോമ്പിംഗ് നല്ലതാണ്. അപ്പോൾ നമ്മളിങ്ങനെ കോമ്പ് ചെയ്യുമ്പോൾ ടിക്കിനെ കാണുകയാണെങ്കിൽ ആ കോമ്പ് ഉപയോഗിച്ച് തന്നെ ടിക്കിനെ എടുത്ത് കളയുക. അപ്പോൾ അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ ടിക്ക് റിമൂവൽ ഷാംപൂസും സ്പ്രേസും ഒക്കെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവരുടെ ദേഹത്ത് ടിക്സിനെയൊക്കെ കാണുകയാണെങ്കിൽ നമുക്ക് ഇവർക്ക് ടിക്ക് റിമൂവൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ ടിക്ക് റിമൂവൽ ഷാമ്പു ഉപയോഗിച്ച് കുളിപ്പിക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്ത ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബി ഹാപ്പി, ബി സേഫ്, ബൈ.